ഇപ്പൊ കേരളത്തിലെ ആകെ വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് പ്രഭാതകാലത്ത്, പ്രത്യേകിച്ച് നമ്മുടെ മലപ്പുറം ഭാഗത്ത് സർവ്വ പെണ്ണുങ്ങളും ആണുങ്ങളും ഒന്നിച്ചും ഒരു ചെറിയ കർട്ടനൊക്കെ നടുവിലും വെച്ചിട്ട് ഭയങ്കരമായ ഫിസിക്കൽ ട്രെയിനിങ്. നമ്മളെ പള്ളിയിലേക്ക് സുബൈക്ക് പോകുമ്പോ പെണ്ണുങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞു. അവർ സുബൈസ്കരിച്ചിട്ടുണ്ടാവുമെന്ന് നല്ല വിചാരം വെക്കാം നമുക്ക്. നമ്മളൊക്കെ പള്ളിയിലേക്ക് പോകണുള്ളൂ, പക്ഷെ പെണ്ണുങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞു. ശ്രദ്ധാപൂർവം പോയില്ലെങ്കിൽ പെണ്ണിന്റെ ഈ വാമപ്പിനിടയിൽ നമ്മുടെ പല്ല് പോയി പോകും പുറത്തിറങ്ങിയിട്ട്. എന്നിട്ട് പലയിടങ്ങളിലും പല ലക്ഷ്യങ്ങളോടുകൂടെ ഈ ട്രെയിനർമാർ പ്രവർത്തിക്കുന്നു. അതിൽ വിദേഹത്തുണ്ട്, മറ്റു പലതുണ്ട്. അങ്ങനെ പെണ്ണുങ്ങൾക്കൊക്കെ അവരോടൊരു പ്രത്യേകമായ അനുകമ്പ വരുന്നു. നമ്മുടെ മാഷ് എന്നുള്ളൊരു സിമ്പതിയിലേക്ക് അവരെത്തുന്നു. മാഷ് പതിയെ 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 അവന്റെ ഉള്ളിലുള്ള ആദർശം ഈ പെണ്ണുങ്ങളിൽ ഇഞ്ചക്ട് ചെയ്യുന്നു. അതിനൊക്കെ പുറമെ ഈ വലിയ വലിയ പെണ്ണുങ്ങൾ ഇറങ്ങിയിട്ട് ചാടിക്കളിച്ച് അതിന്റെ വീഡിയോ എടുത്ത് പ്രദർശിപ്പിക്കുന്നു. അപ്പുറത്താണുങ്ങൾ, ഇപ്പുറത്ത് പെണ്ണുങ്ങളും, അപ്പുറത്താണുങ്ങളും ഇപ്പുറത്ത് പെണ്ണുങ്ങളും. എന്തേ ശാരീരികമായ എക്സസൈസ് പറ്റൂലേ? പറ്റും, ഒരു സംശയമില്ല. ജീവിതശൈലി രോഗങ്ങൾ കൂടല്ലേ, അപ്പൊ എന്തായാലും ഇങ്ങനത്തെ കുറെ സംഗതികളൊക്കെ വേണം, അതിലും തർക്കല്ല. പക്ഷെ എങ്ങനെയാവണം? അന്യപുരുഷൻ ഇങ്ങനെ കോച്ച് ചെയ്തിട്ട് മൂപ്പരാള് വന്നിട്ട് കൈ അങ്ങോട്ട് വെച്ചിട്ട് ഇങ്ങോട്ട് വെച്ചിട്ട് ചാടി തുള്ളി കളിച്ചിട്ട് അതിന്റെ വീഡിയോ എടുത്തിട്ട് അങ്ങനെയാണോ ശരീരം ആരോഗ്യം ഉണ്ടാക്കേണ്ടത്? എന്തേ ചാട്ടം വീട്ടിൽ നിന്ന് നടത്തിക്കൂടെ? വീട്ടിലുള്ളവർക്കൊക്കെ പാടെ കൂടിക്കൂടെ? എക്സസൈസ് ആണല്ലോ വേണ്ടത്, ശാരീരിക അധ്വാനം. വെള്ളം കോരാൻ പറ്റുന്നുണ്ടോ ആർക്കെങ്കിലും? ഇല്ല. അരക്കുന്നുണ്ടോ ആരെങ്കിലും? ഇല്ല. അടിച്ചു വാരുന്നുണ്ടോ? അതുമില്ല. അലക്കുന്നുണ്ടോ? ഇല്ല. സ്വിച്ചിട്ട് പോന്നാൽ ഉണങ്ങിയിട്ട് കിട്ടും. പിന്നെ പലതും കഴിച്ചുകൊണ്ട് ഇങ്ങനെ ഫോണിൽ തന്നെ ഇരിക്കുക. എന്നിട്ട് ഇതൊന്ന് കുറക്കാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങി ചാടി തുള്ളി കളിക്കുക. ഒരു 10-50 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ഒരു 4 മണിക്ക് എണീക്കുക, ഒരു 3 മണിക്ക് എഴുന്നേൽക്കുക, എന്നിട്ട് അങ്ങനെ തഹജ്ജുദ് നിസ്കരിക്കുക.